പിന്നെ എക്സ്പെരിമെന്റൽ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ്. അപ്പോൾ ഇന്നലെ ടെക്നോളജി ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു? എക്സ്പെരിമെന്റൽ ആയിട്ട് നമ്മളൊരു MVP ക്രിയേറ്റ് ചെയ്തു. കറക്റ്റ് അല്ലേ? പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം? ഓട്ടോ ക്യാഡിൽ വന്നിട്ട് AI ഡ്രിവൻ ഓട്ടോ ക്യാഡ് ഉണ്ട്. ഓട്ടോ ക്യാഡിൽ തന്നെ ഒരു പുതിയ സാധനം വന്നിട്ട് AI വെച്ചിട്ട് ക്യാഡ് നമുക്ക് 3D മോഡൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പ്രൊഡക്ട്സ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 3D മോഡൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു പുതിയ ടൈപ്പ് ഒരു മൗസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ മൗസ് എയറിൽ ലെവിറ്റേറ്റ് ചെയ്യുന്ന മൗസാണെന്ന് വയ്ക്കുക, ഹൈപ്പോതെറ്റിക്കലി. അതിൻ്റെ ഒരു 3D ഡിസൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AI ടൂൾസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഗോ ടു Canva and explain what your product is. It will create a AI generated version of what your product looks like. And create something, and if you've tested it in a lab, then it's a TRL 4. So testing in a lab for a tech solution means you're testing it internally. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളുടെ ടീം 74% of the food are wasted annually, and of that 22% are from restaurants alone. So 74% of food is wasted. 74% of 74 million tons of so 74 million tons of food is wasted annually, and of that 22% is from restaurants alone. So at the same time, restaurants face a rising operating costs because Swiggy ആയാലും പിന്നെ സൊമാറ്റോ ആയാലും അവർ ഇപ്പോൾ വല്ല ഹോട്ടൽ നടത്തുകയാണെങ്കിൽ അതിന് മറ്റേ സർവീസ് ചാർജൊക്കെ ഇടയാക്കാറുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സിന് ആദ്യം കോസ്റ്റിനേക്കാളും ഓവറായിട്ട് കോസ്റ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഇറക്കിയത്. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പേര്